കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ 3-ന് 4 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും. T പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങും. KSF എന്ന ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് EP-യുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു EP ജയരാജൻ. CPM ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നിങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച EP ജയരാജൻ LDF-ന്റെ കൺവീനറായും മന്ത്രിയായും പ്രവർത്തിച്ചു. CPM പാർട്ടി കോൺഗ്രസിന് ശേഷം മടങ്ങിവരുമ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ വെടിയേറ്റ് തലനാരിഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ശരീരത്തിൽ തറച്ച വെടിയുണ്ടകളുമായാണ് EP ഇപ്പോഴും ജീവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധികളെ നേരിട്ട സന്ദർഭങ്ങളിൽ നെഞ്ചൂക്കോടെ ഇതിനെ തരണം ചെയ്യാൻ EP മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. സമരമുഖങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും തിളങ്ങിയ EP-യുടെ ജീവിതത്തിന്റെ നേർചിത്രമാണ് ഈ ആത്മകഥ. ചടങ്ങിൽ പന്ന്യൻ രവീന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, PK കുഞ്ഞാലിക്കുട്ടി, PS ശ്രീധരൻപിള്ള, MV ശ്രേയസ് കുമാർ എന്നിവർ പങ്കെടുക്കും. CPM ജില്ലാ സെക്രട്ടറി K രാഗേഷ് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ M പ്രകാശൻ, ചെയർമാൻ N ചന്ദ്രൻ, KV സുമേഷ് MLA, വത്സൻ പനോളി എന്നിവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി പ്രതിസന്ധികൾ നേരിട്ട എല്ലാ സന്ദർഭങ്ങളിലും അത് നേരിടുന്നതിൽ അനന്യസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയുന്നതാണ്. അതോടൊപ്പം തന്നെ വ്യക്തമായ ആശയസ്ഥൈര്യത്തോടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും എതിരാളികളെ തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടും പ്രയോഗ ചാതുരി കൊണ്ടും നല്ലതുപോലെ അവരെ പ്രതിരോധത്തിലാക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ കഴിവ്